ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ 10 മണി പൂവാണ്. പെറ്റൽസിന് വേണ്ടി 8 സെൻറ്റിമീറ്റർ ഇൻറ്റു 7 സെൻറ്റിമീറ്റർ, ലീവ്സിന് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ, സ്റ്റെമ്മിന് 15 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ. നമുക്ക് ആദ്യം പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതേപോലെ റെക്റ്റാങ്കിളിലിരിക്കുന്ന പേപ്പർ 4 മടക്കുക. ഫസ്റ്റ് ഇങ്ങനെ 2 മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കുക. അതിനുശേഷം ഇതൊന്ന് തുറന്നു കഴിഞ്ഞ് ക്ലോസ് ആയിരിക്കുന്ന ഭാഗത്ത്, അടഞ്ഞ ഭാഗത്ത് നിന്ന് ഈ കോർണർ എടുത്ത് ഇതിൻ്റെ നടുഭാഗത്ത് കൊണ്ട് വയ്ക്കുക. ഇങ്ങനെ ചരിച്ച് കൊണ്ടുപോയിട്ട് മുകളിൽ നേരെ നടുക്ക് വരുന്ന പോലെ വയ്ക്കുക. അതിനുശേഷം മടക്കുക. ഇവിടെ ഈ വശം മടക്കുക. ഇനി ബാക്കി വരുന്ന ഭാഗം നേരെ പുറകിലേക്ക് മടക്കുക. ഈ വിധത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൽ പെറ്റൽസ് വെട്ടിയെടുക്കണം. കുറച്ച് ഒരു സൈഡാണ് നമ്മളിതിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമുക്കൊരു ഫ്ലവർ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഓരോ സൈഡിലും കുറച്ച് പെറ്റലിൻ്റെ ഒരു സൈഡിൽ ഒരു ഇത്തിരി പശ ഇട്ട് കൊടുത്ത്, കുറച്ച് പശ ഇട്ട് കൊടുത്ത് അടുത്ത പെറ്റൽ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. ഇതേപോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് നടുഭാഗത്തേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം മഞ്ഞ കളറിലെ കളർ പേപ്പർ എടുക്കുക. ചെറിയ റൗണ്ടായിട്ട് വെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ
ലീഫ് നമുക്ക് കട്ട് ചെയ്യാം. ലീഫിന് 2 ലീഫിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലീഫിന് നേരെ പകുതിയാക്കി മടക്കി അതിന് ഒരു റൗണ്ട് ഷേപ്പ് ലീഫ് അടുത്ത ലീഫ് ഇതേമാതിരി ഒന്ന് പകുതിയാക്കി മടക്കുക. നീളത്തിൽ പകുതിയാക്കി ഒന്ന് മടക്കുക. ഇതേപോലെ ഒരു ലീഫ് ഇപ്പോൾ റെഡിയായി. അടുത്തത് സ്റ്റെമ്മ്. സ്റ്റെമ്മിനായിട്ട് സൈഡിൽ നിന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു 2-3 കട്ടിങ് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒട്ടിക്കുക. ഇല ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നന്ദി, നമസ്കാരം.